എല്ലാവർക്കും കാന്താരി കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുവ അച്ചാറാണ്. നമ്മളിവിടെ അച്ചാർ ഇടാനായിട്ട് എടുത്തിരിക്കുന്ന 1 കിലോ കൊഴുവയാണ്. അത് വെട്ടി തേച്ച് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൊഴുവ ഒന്ന് വറുത്തെടുക്കണം. അതിനാവശ്യമായ അരപ്പുണ്ടാക്കാം. മീൻ വരട്ടാനുള്ള അരപ്പിനായിട്ട് എരിവുള്ള മുളക് പൊടി 1.5 സ്പൂൺ ഇടുവാണേ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, മീനിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതിലേക്ക് പുരട്ടാനായിട്ട് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചാണ് നനയ്ക്കുന്നത്. നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഈ മീൻ നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമുക്ക് വയ്ക്കാം, എന്നിട്ട് വറുത്തെടുക്കാം. നമ്മൾ മീൻ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണയിലാണ് അത് വറുത്തെടുക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെയും നന്നായിട്ട് ചൂടായി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് പുരട്ടി വെച്ചിരിക്കുന്ന കൊഴുവ മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ മീൻ വറക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് നിരത്തി കൊടുക്കാം. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത മീൻ മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരാം. കണ്ടമാരാകുമ്പോൾ മൊരിഞ്ഞു പോകണ്ട കേട്ടോ. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും കോരിയെടുക്കാം. നമ്മൾ പാൻ വെച്ച് തീ കത്തിച്ച് കൊടുത്തു. എന്നിട്ട് ആ വറുത്ത് വെച്ചിരുന്ന എണ്ണ തന്നെ കേട്ടോ ഒഴിച്ചത്. ഇനി ശകലം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വേറെ എണ്ണ. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറുവേപ്പില ഇട്ട് കൊടുക്കാം. വലിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നീളത്തിൽ. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിനി പച്ചമുളകല്ല കേട്ടോ ഇതിനകത്ത് ചേർക്കുന്ന, കാന്താരിയാണേ. കാന്താരി ഒരു പിടിയോളം കാന്താരി. കാന്താരി നമ്മൾ ഇട്ട് കൊടുത്തായിരുന്നു. ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. പച്ചക്കാന്താരി ആയ കാരണം പൊട്ടിത്തെറിക്കുവേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മളൊരു 50 ഗ്രാം വെളുത്തുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ആ കാന്താരിയുടെ ഒരു പച്ചപ്പ് പോകാത്ത രീതിയിൽ ചെയ്തെടുക്കണം. നമ്മുടെ വെളുത്തുള്ളി മുളകെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞു പോകണ്ട കേട്ടോ. നല്ലെണ്ണ കാരണം പതഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് കാണാൻ പാടില്ലായിരിക്കും അല്ലേ. ഇതാ ഈ ഒരു പരുവ് അയച്ചാൽ മതി. വെളുത്തുള്ളി കണ്ടമാനം മൊരിഞ്ഞൊന്നും പോകണ്ട. നമുക്കതിലേക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ, നിറച്ച് 2 സ്പൂൺ അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിയൊക്കെ നന്നായിട്ട് പച്ചമണം മാറി വന്നിട്ടുണ്ട്.
അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം, ഇതൊരു കട്ടക്കായമാണേ, അതൊരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അതിൽ കിടന്ന് അലുത്തോളും. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വിനാഗിരി ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. പോരെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി നിറച്ചൊരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അരപ്പ് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇതിൻ്റെ പുളി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇച്ചിരി പുളി കുറവുണ്ട്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. നമ്മുടെ അരപ്പൊക്കെ ഇവിടെ തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കൊഴുവ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് തിളച്ച് വന്നപ്പോൾ തന്നെ എന്തൊരു നല്ല മണം കേട്ടോ. അരപ്പിനകത്ത് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. ചാറ് വേണ്ടവർക്ക് നല്ല ചാറ് ചേർക്കാം. ഇച്ചിരി കൂടെ വിനാഗിരി ചേർക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്, വിനാഗിരി ചേർക്കാം. പിന്നെ നല്ലെണ്ണ മാത്രം വെച്ചേക്കാനുള്ള അച്ചാറാണെങ്കിൽ നല്ലെണ്ണ മാത്രം ഇടുക. ഇത് കുറച്ച് നാൾ വെച്ചേക്കാനുള്ളതാണ്. അത് കാരണം ഇന്ന് നല്ലെണ്ണയാണ് അച്ചാറിൽ ചേർത്തിരിക്കുന്നത്. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു ലേശം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കട്ടക്കായും ചേർത്തായിരുന്നു ഒരു കഷ്ണം. എന്നാലും ഒരു ശകലം കായപ്പൊടിയും കൂടെ തീയൊക്കെ നിർത്തിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊഴുവ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും മറന്നു പോകരുതേ. ബെല്ലൈക്കനും ഒന്ന് അമർത്തിയേക്കണേ.